It's always why are you reacting like this, but never what made you react like this. It's so funny how we are judged when we react. ഇവിടെ ആർക്കും നമ്മൾ റിയാക്ട് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് കീപ്പ് അവർ മൗത്ത് ഷട്ട്സ് ആൻഡ് ലിസൺ ടു ദം. ആക്ച്വലി നോ പറയാൻ പറ്റില്ല, റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ആൾക്കാരെന്താണോ പറയുന്നത് നമ്മൾ അത് കേട്ട് മിണ്ടാതിരിക്കുക. ഈ റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും എപ്പോഴും കയറി റിയാക്ട് ചെയ്യാൻ പാടില്ല. So you have to know where and when to speak, when to react. ഇപ്പം നമ്മളൊരു റോഡിൽ കൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ കുറേ തെരുവ് നായ്ക്കളൊക്കെ ഉണ്ടാവും. ചിലപ്പം വീട്ടിൽ വളർത്തുന്ന നല്ല നായ്ക്കുട്ടികളൊക്കെ കാണും. ബട്ട് എല്ലാത്തിനെയും നമ്മൾ ഒരു കാര്യവുമില്ലാതെ കല്ലെടുത്തെറിയേണ്ടതോ അല്ലെ ആട്ടിവിടേണ്ടതോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അല്ലെ കടിക്കാൻ വന്നു അല്ലെ എന്താ നമ്മളെ നോക്കി കുരയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തായാലും റിയാക്ട് ചെയ്യില്ലേ. അതേപോലെ ഉള്ളൂ നമ്മുടെ ലൈഫിൽ. ഹ്യൂമൻ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ആവശ്യം വരുവാണെങ്കിൽ നമ്മളവിടെ റിയാക്ട് ചെയ്യണം. അതിനിപ്പം ആ ഒരു വ്യക്തിയെ പറ്റി നമ്മളവിടെ അത്രയ്ക്ക് അങ്ങ് ഡീപ്പായിട്ട് ചിന്തിക്കാൻ പാടില്ല. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം. ഇപ്പം ആ സിറ്റുവേഷനിൽ നമുക്ക് തോന്നുന്ന ആ കാര്യം അത് അവിടെ പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിച്ചിരുന്ന് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരു മുറിവേൽപ്പിക്കേണ്ട ആവശ്യമില്ല. റിയാക്ട് ചെയ്യുവാണ്, സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പീസ് പോകുന്നത്? സത്യത്തിൽ ആർക്കും ആരെയും പിണക്കാൻ വയ്യ. ഇപ്പോഴെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സത്യം അല്ലെങ്കിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുവാണെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല. നമ്മൾ അവരെ അപമാനിച്ചു എല്ലാവരുടെയും മുന്നിൽ, അവർക്ക് ഫേവറായിട്ട് നമ്മൾ നിന്നില്ല എന്നൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത. നമ്മൾ ഇതൊന്നും പറയാതെ ഇരിക്കുകയാണെങ്കിൽ പക്ഷെ അവരെന്ത് ചെയ്യും? ഇതിനെ മുതലെടുക്കുകയും ചെയ്യും. ഈ ഒരു സിറ്റുവേഷൻ മുതലെടുത്ത് പിന്നെ ആണെങ്കിലും നമ്മളിരിക്കുമ്പോൾ തന്നെ ചിലപ്പം നമ്മളെ അടിച്ച് താഴ്ത്തി സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഈ റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൈൻഡ് അല്ല എന്നൊന്നുമില്ല. കുറേ പേരൊക്കെ പറയും ഇപ്പം റിയാക്ട് ചെയ്യുന്ന കൊണ്ട് കഴിഞ്ഞാൽ ഓ ഇവളെന്താ അഹങ്കാരിയാ, എന്തിനെങ്ങനെ തിരിച്ചു പറയുന്നത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ബട്ട് അതൊക്കെ എങ്ങനെയാ ശരിയാവുക? ഇല്ലാത്തൊരു കാര്യം പറയുന്ന ആള് തെറ്റുകാരല്ല, ബട്ട് റിയാക്ട് ചെയ്യുന്ന വ്യക്തികൾ തെറ്റുകാരാ. അതെങ്ങനെയാ? എനിക്കത് മനസ്സിലാവുന്നതേ ഇല്ല. ഇപ്പം എൻ്റെ ഈ ഒരു ചിന്ത പലർക്കും ഉണ്ടാവും. റീസെൻ്റ്ലി എനിക്ക് നടന്നൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞങ്ങളുടെ കോളേജിൽ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് നടക്കുമായിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരു 4-5 മെമ്പേഴ്സ് നമ്മൾ പേരൻസ് മീറ്റിംഗ് സ്റ്റുഡൻറ്റ് കോർഡിനേറ്റേഴ്സായിട്ട് നിൽക്കുമായിരുന്നു. ആ ടൈമിൽ നമ്മുടെ ജൂനിയേഴ്സ് ഒരു കുട്ടിയും പേരൻസും കൂടി കുറച്ച് ടൈം ടീച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു 1/2 hour 45 minutes ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ടീച്ചർ വിട്ടിട്ടില്ല, പേരൻറ്റിനെ ആ കുട്ടീനെ വിട്ടിട്ടില്ല. എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമുക്കാണെങ്കിലും ഒരു സഹതാപം അല്ലേ ഒരിത് തോന്നുമല്ലോ. അയ്യോ ഇത്രയും നേരമായിട്ടും പറയുന്നുണ്ടല്ലോ, ഇന്നവന് കോളായിരിക്കും വീട്ടിൽ ചെന്നിട്ട് എന്നുള്ള ഒരു മൈൻഡിൽ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന ടൈമിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞു, നമ്മൾ ജൂനിയേഴ്സ് ആയിരുന്ന ടൈമിൽ പേരൻസ് മീറ്റിങ്ങിന് നമ്മുടെ പേരൻസ് വന്ന ടൈമിൽ അവൻ്റെ പേരൻസിനോട് ടീച്ചേഴ്സ് ഇങ്ങനൊന്നും ഇത്രയ്ക്കൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ആകെ ഉള്ള അവർക്ക് ഇവനെ പറ്റിയുള്ള ആകെ ഉള്ളൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്പോർട്സിൽ ഇൻവോൾവ് ആയിട്ട് നടക്കുന്നത് മാത്രമായിരുന്നു. അപ്പം അവൻ്റെ അമ്മ പറഞ്ഞു എന്തോ ഇനി മേലെ അത് പോയേക്കരുത് എന്ന്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കിട്ടിയ മാർക്ക് പോരാ, അല്ലേ ഒരു മാർക്ക് എവിടെ പോയി, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പ്രത്യേകിച്ചും വൈഷ്ണവിയുടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ടോ, ആ കുട്ടിയും പഠിക്കുന്നതായിരുന്നു, ഇന്ന ആളുടെ എന്നൊക്കെ പറഞ്ഞു. ബട്ട് എനിക്കതെന്തോ കേട്ടപ്പോൾ ശരിയായിട്ട് തോന്നിയില്ല. ബിക്കോസ് എൻ്റെ പേരൻസ് അങ്ങനെയല്ല. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെയും അവനെങ്ങനെ അറിയാം? അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെയോ ഒരു കാര്യം അവനറിയില്ല. ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരൻസിനെ പറ്റി ഒന്നും അറിയാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ എന്തിനു സംസാരിക്കണം? പ്രത്യേകിച്ചും
ഒരു പേഴ്സണോടല്ല പറയുന്നത്, നമ്മൾ പബ്ലിക്ലി അല്ലെങ്കിൽ ഒരു സർക്കിളിലാണ് പറയുന്നത്. ഈ സർക്കിളിലുള്ളവർ തന്നെയാണെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കണം, ബെസ്റ്റ് ഫ്രണ്ട് ആവണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് സംസാരിക്കണം എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയായിരിക്കുമോ, അല്ലെ അവർക്കത് എന്താ പറയുക, അവരിതെങ്ങനെ എടുക്കും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ റിയാക്ഷൻ അവിടെ ഒഴിവാക്കാം. റിയാക്ഷൻ വരുന്നതുകൊണ്ടല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ പേരൻസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും പറയുന്നത് എന്ന് നിനക്ക് എങ്ങനെ അറിയാം? എൻ്റെ പേരൻസ് ഒരിക്കലും അങ്ങനെ പറയുന്ന ആൾക്കാരല്ല. പിന്നെ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും നല്ല സന്തോഷം ഉണ്ടാവും, നിങ്ങളുടെ പേരൻസിന് സന്തോഷം ഉണ്ടാവില്ലേ? നമ്മളെ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് പഠിക്കാൻ വിടുമ്പോൾ ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നു, അല്ലെ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ പോസ്റ്ററിൽ ഫോട്ടോ വരുന്നു, ഇതൊക്കെ നമ്മുടെ ഒരു പാർട്ട് ഓഫ് സ്റ്റഡീസ് ആണ്. ബട്ട് സ്റ്റിൽ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, അവർക്ക് സന്തോഷിക്കാൻ ഒക്കെ ഉള്ളൊരു മൊമെൻ്റ് ആണത്. അപ്പോൾ അങ്ങനെ അതിനെ എടുക്കുക. അല്ലാതെ ഇപ്പോൾ ഫെയിലായാലും ഓക്കെ, അത് ഫെയിലായി, നമ്മളതിന് വേണ്ടി ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം തോക്കണം എന്ന് ഒരു പേരൻസ് ആഗ്രഹിക്കില്ലല്ലോ. ഓഫ് കോഴ്സ് എനിക്കറിയാം ഞാൻ അവിടെ റിയാക്ട് ചെയ്തത് ഒരുപക്ഷെ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എനിക്ക് വേണേൽ അവിടെ മിണ്ടായിരിക്കാം, ബട്ട് എനിക്ക് മിണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് അവൻ അറിയാത്തൊരു കാര്യത്തെപ്പറ്റി അവൻ എന്തിനു പബ്ലിക്കലി പറയണം? എന്നെപ്പറ്റി മാത്രമല്ല പറഞ്ഞാൽ, മറ്റു കുട്ടിയെ പറ്റി പറഞ്ഞു, ബട്ട് എന്നെപ്പറ്റി പറയേണ്ട ആവശ്യം അവനില്ല. എന്തോ എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ബിക്കോസ് ഐ നോ മൈ പേരൻസ്, ഐ നോ മീ. വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അൺകംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് നിങ്ങളെ റിലേറ്റബിൾ ആകുന്നൊരു കാര്യമല്ല. ബട്ട് വേറൊരാൾ നിങ്ങളെ പറ്റി അത് പറയുകയാണ്, നിങ്ങൾക്ക് തിരിച്ച് പറയണം തോന്നിക്കഴിഞ്ഞാൽ പറയണം. സേ ദ ട്രൂത്ത്, ലീവ് ഇറ്റ്, protect your peace. Bye.